ആ അമ്മ പറഞ്ഞു, എന്റെ മകൾ ജോലി കഴിഞ്ഞ് ഇപ്പോൾ വരുമച്ചോ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മ മകൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഉടനെ മകൾ വാഹനം ഓടിച്ചു വന്നു, വാഹനം മുറ്റത്ത് നിർത്തുന്നു, വാഹനം ലോക്ക് ചെയ്യുന്നു, പെട്ടെന്ന് അകത്തേക്ക് കയറുന്നു. അവിടെയുള്ള ആരെയും ആ വ്യക്തി മൈൻഡ് ചെയ്തില്ല. വളരെ ദേഷ്യഭാവത്തിൽ അപ്പുറത്തുള്ള അവരുടെ മുറിയിലേക്ക് കയറുന്നു, ശക്തിയോടെ ആ വാതിൽ അടയ്ക്കുന്നു, ആ വാതിൽ കുറ്റിയിടുന്നു. അവരുടെ പ്രിയപ്പെട്ടവരുടെ മുഖമൊക്കെ വല്ലാതെ വാടി. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. എന്താ ദുഃഖം, ഇതെന്തു പറ്റി, ഇനി ഞങ്ങൾ വന്നിട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മ പറയുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല അച്ചോ, അവൾ പള്ളിയിൽ പോകാറില്ല, ആള് കൂടുന്നിടത്ത് പോകാറില്ല, വിവാഹ ആഘോഷങ്ങൾക്ക് പോകാറില്ല, എവിടെയും ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ആൾക്ക് ഭയങ്കര ദുഃഖമാണ്. എന്തു പറ്റി? അവളുടെ വിവാഹം കഴിഞ്ഞതാണ്. എന്നിട്ട് അവളുടെ ഭർത്താവ് ഉപേക്ഷിച്ചു. അപ്പോൾ എന്താണ് അങ്ങനെ ദേഷ്യത്തിലുണ്ടാകാൻ കാരണം? അവൾ ഇങ്ങനെയാണ്. എല്ലാവരുടെയും മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കും, എന്ത് ചെയ്യുന്നു, കല്യാണം കഴിഞ്ഞോ, ഭർത്താവ് എവിടെ, മക്കൾ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകും. അതുകൊണ്ട് ആരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൂനിപ്പോകാതിരിക്കാൻ, ആരുടെയും മുമ്പിൽ നിൽക്കാൻ ഇഷ്ടമില്ലാത്തൊരാൾ, കുടുംബജീവിതം തകർന്നു പോയത് കൊണ്ട് കൂനിപ്പോയ ഒരാൾ, ആ വീട്ടിൽ കാറുണ്ട്, വീടുണ്ട്, ചുറ്റുപാടുണ്ട്, നല്ല സാലറിയുള്ള ജോലിയുണ്ട്, പക്ഷേ ആരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. എന്താ കാരണം? കുടുംബജീവിതം തകർന്നു പോയല്ലോ എന്ന് വിചാരിച്ച് പലരുടെയും മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത വിധം കൂനിപ്പോയ ഒരാൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ദൈവം നിങ്ങളെ കാണും.